ഹലോ, ഹായ് മുത്തുമണിസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞതേ, നമ്മൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ നല്ല മഴയാണ്. മഴ കാരണം നമ്മളെ ചെടികളൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയാതായിട്ടോ. ചെടികളൊക്കെ ഒരുവിധം ചെടികളെല്ലാം നശിച്ചു പോയിട്ടോ. നല്ല മഴ. ഈ മഴത്ത് നമുക്ക് ചെടികളോടുള്ള താല്പര്യം വളരെ കുറയും. അപ്പോൾ എനിക്ക് തീരെ ചെടിനോട് തന്നെ ഇഷ്ടമല്ലാതായിപ്പോയിട്ടോ. മഴ ഇങ്ങനെ പെയ്യുന്നതും കണ്ട് ചെടികളൊന്നും നോക്കാൻ നമുക്ക് പറ്റണില്ല. അതുപോലെ ഞാൻ ഒരുപാട് എൻ്റെ ചെടികളൊക്കെ നശിച്ചു പോവുകയും ചെയ്ത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ചെടികളൊക്കെ നശിച്ച ചെടികളും ഒക്കെ ഞാൻ എവിടെയൊക്കെ മാറ്റി വെച്ചത് എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ചീഞ്ഞോണ്ടിരിക്കുന്ന ഓരോ മഴകളാണല്ലോ. ഈ റോസമ്മലൊക്കെ നിറയെ പൂവുകളും മൊട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും പൂവ് വിരിയും. മഴ ഇങ്ങോട്ട് പെയ്യുമ്പോൾ ആ പൂവൊക്കെ ഇതുപോലെ പെട്ടെന്ന് ഇങ്ങോട്ട് തൊഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ നിങ്ങളെ ചെടികളൊക്കെ എങ്ങനെയുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നതെന്ന് ഒക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ നമുക്ക് അധികം സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ, ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റി വെക്കാൻ കഴിയണില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കുറഞ്ഞൊരു സ്ഥലമാണല്ലോ, ഒരു 10 സെൻറ്റ് സ്ഥലവും അതിലൊരു വീടും ആ കുറഞ്ഞ മുറ്റുമാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ നമ്മളെ ചെടികളൊക്കെ നമ്മൾ നിറയെ വെച്ചിഞ്ഞത് ഇവിടെ മുറ്റത്തൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്താ നമ്മൾ ഈ ചെടീൻ്റെ കടിയിൽ ഇങ്ങനെ ഷീറ്റ് വിരിച്ചത് എന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിനി. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഉയരമുള്ള സ്ഥലത്താട്ടോ നമ്മളെ വീട്. ഇവിടെ വലിയൊരു മതിലാണ്. അപ്പോൾ ഈ മതിലിങ്ങനെ ഇടിയുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഷീറ്റ് ഇട്ടതാട്ടോ. അതൊരോ മഴയ്ക്കും ഇങ്ങനെ ഇടിയലാണ് സാധാരണ. പഴയ കെട്ടുകളൊക്കെയാണ്. അപ്പം ഇനി അതൊക്കെ കെട്ടി മാറ്റാനുള്ളതാണ്. അപ്പം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധ കൊടുക്കുക. ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ഷീറ്റ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം നമ്മളവിടെ ചെടികളൊക്കെ എല്ലാ ചെടിയും ഒക്കെ ഇങ്ങോട്ട് ഒരു ഉഷാറില്ലാതായിപ്പോയി. ഈ മഴ ആയാൽ തന്നെ നമ്മളൊന്നും സംരക്ഷിക്കില്ലല്ലോ എല്ലാ ചെടികളും. ഇവിടെയൊക്കെ നിറയെ 10 മണി ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മളിപ്പോൾ അത്യാവശ്യമുള്ള നല്ല ചെടികളൊക്കെ എടുത്തിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിച്ചിട്ടോ. 10 മണി ചെടി, 10 മണി ചെടി എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ചെടിയാണ്. അപ്പോൾ അത് ഞാൻ മുകളിലേക്ക് കൊണ്ടുപോയി വെച്ച്. ബാക്കിയുള്ള ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി ചെടീൻ്റെ വീഡിയോസ് ഇടാൻ കഴിയില്ല എന്ന് ഇങ്ങോട്ട് തോന്നിപ്പോകട്ടെ നമുക്ക് വേറെ നമ്മളെ വീട്ടുകാര്യങ്ങളും നമ്മളെ കിച്ചൺ കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി എങ്ങനത്തെ വീഡിയോസുകളാണ് ഇടേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടില്ല ചെടി ഇതൊക്കെ എന്ത് നല്ല ഉഷാറിൽ നല്ല പൂവുകളും ഇങ്ങനെ വിരിഞ്ഞ് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ചെടികൾ കേട്ടോ. അതൊക്കെ നമുക്കിപ്പോൾ മഴ ആയതുകൊണ്ട് പൂവും ഒക്കെ അങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ നമ്മൾ ഈ മഴപ്പാത്തിയിൽ നമ്മൾ 10 മണി ചെടി നട്ട് പിടിപ്പിച്ചിന് കേട്ടോ. അതൊക്കെ പോയതിന് ശേഷം ഞാൻ കുറേ ചെടികളൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ച്. ഒക്കെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് വെക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഇപ്പം മഴയാണ്. അപ്പോൾ എന്തെങ്കിലും ജാതിയൊക്കെ വന്ന് നമുക്ക് മുന്നിലൊക്കെ ചെടികൾ വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ വന്ന് നിൽക്കും എന്നുള്ളൊരു പേടിയുണ്ട്. വീടിനോട് ചേർന്നല്ല, മുൻഭാഗത്തല്ല, അതൊക്കെ വീടിൻ്റെ വേറെ സൈഡിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടോ. കുറഞ്ഞ ചെടികൾ വെച്ച്. പിന്നെ നമ്മളെ വീടിൻ്റെ പിന്നെ റോഡിൻ്റെ അങ്ങേ സൈഡിൽ വേറെ ഒരാളെ പറമ്പിലാണ്, അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് വെച്ച് ചെടി. അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചാട്ടെ. കണ്ടില്ലേ, ഈ മാസം മാറി ചെടികളൊക്കെ ഞാൻ ഇവിടെ റോഡിൻ്റെ ഇങ്ങേ സൈഡിലേക്ക് വെച്ചിട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ കാട് വെട്ടി വൃത്തിയാക്കി വെച്ചിണേ. അപ്പോൾ ഞാൻ ഇവിടേക്ക് കൊണ്ടുപോയി വെച്ചതാണ് ഈ ചെടി. ഇനി നമുക്കിങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ മാറ്റി വെക്കുക. പിന്നെ അത് கொஞ்சம் ഉഷാറാക്കി എടുക്കുകയും ചെയ്യണം മഴ പോയിട്ട്. മഴയത്ത് സാധാരണ നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവല്. നിങ്ങളൊക്കെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. പിന്നെ അത് കണ്ടില്ലേ, കുറച്ച് ചെടികൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ വെച്ചാണ്. പിന്നെ ഈ മഴ പെയ്താൽ തന്നെ നമ്മളെ വീട് ഒന്നും വൃത്തി ഇങ്ങോട്ട് ഉണ്ടാവില്ല കേട്ടോ. എത്ര നമ്മൾ വൃത്തിയാക്കിയാലും വീട് ഇങ്ങോട്ടൊരു വൃത്തി ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും വൃത്തിയാക്കാഞ്ഞിട്ടാണെന്ന് വിചാരിക്കട്ടോ കാണുന്നവർ. നമ്മൾ വൃത്തിയാക്കാഞ്ഞിട്ടല്ല, ഈ മഴയോണ്ട് നമുക്ക് ഇങ്ങോട്ട് വൃത്തി ഇങ്ങോട്ട് എങ്ങനെയും തോന്നൂല. പിന്നെ ഈ ഹാങ്ങിങ് ചെടികളൊക്കെ അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇതിനൊക്കെ എനിക്കിപ്പോൾ ഒരു ഇഷ്ടമല്ലാതായിപ്പോയി ചെടി. എന്നാലും നമുക്ക് എന്ത് ചെയ്യണം, ഇത് കുറഞ്ഞ ദിവസമേ നമുക്ക് ഇഷ്ടമല്ലാതൊക്കെ ഉള്ളൂ. ഒന്ന് മഴ പോയി ഒന്ന് വെയിലറച്ചാൽ പിന്നെയും നമ്മൾ ചെടിനോട് ഭയങ്കര ഇഷ്ടം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ ഇതുപോലൊക്കെ കുറഞ്ഞ ചെടികളൊക്കെ വെച്ചിന്. പിന്നെ അതുപോലെ 10 മണിയുള്ള ചെടികളൊക്കെ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ചതാട്ടോ. അത് ഭയങ്കര ഒരു താല്പര്യമുള്ള ചെടിയാണല്ലോ. അപ്പോൾ നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മളെ ബോളിൽ ഐസ്ക്രീമിൻ്റെ ബോളിൽ നട്ട ചെടികളാട്ടോ.
അതവിടെ ഇങ്ങനെ മഴത്തല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നിട്ടൊരു ഹാങ്ങിങ് ചെടികളാണിത്. അതൊക്കെ ഞാൻ ഇവിടെ നട്ട് വെച്ചതാണ്. ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ നട്ടതാണ്. മുന്നേ ഉള്ള വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ ഞാൻ എങ്ങനെ നട്ടുണ്ടാക്കിയത് എന്നുള്ളതൊക്കെ കേട്ടോ. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാതായിപ്പോയി. പിന്നെ പുറത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനും വയ്യ, നല്ല മഴയാണല്ലോ. മഴ ഒന്ന് പെയ്യും, ചോരും, പിന്നെയും മഴ പെയ്യും. പിന്നെ നമ്മളെ മുറ്റത്ത് കണ്ടില്ലേ ഇതുപോലെ മെറ്റലിട്ടച്ചതാണ്. കാരണം എന്താ, മഴ ആയിട്ട് നമുക്കിങ്ങനെ വെയ്ക്കലുള്ളതുകൊണ്ട് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചതാട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കേ.